ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആരും സംസാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. മേ ബി ഒരു പക്ഷേ തെറ്റായിട്ടുള്ള ചിന്തകളായിരിക്കാം. എനിക്ക് സഞ്ജു സാംസന്റെ ആ ഒരു ടീം സെലക്ഷനിലേക്ക് നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടല്ലോ. ഇന്ത്യൻ ടീമിൽ സെലക്ട് ആണെങ്കിലും ചാൻസ് കൊടുക്കാത്ത അവസരങ്ങൾ, അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഫോം ഔട്ട് ആയാൽ തന്നെ ആളെ പിടിച്ച് പുറത്തിരുത്തുന്ന അവസ്ഥകൾ. ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ റോയൽസിൽ കാണുന്ന കുറച്ച് അദ്ദേഹത്തിനെ ഒന്ന് പിന്നിലോട്ട് വലിപ്പിക്കുന്ന, പിന്നിലേക്ക് ഇരുത്തുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ കുറച്ച് ചിന്തകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എൻ്റെ മാത്രം ചിന്തകളാണ് ഇത്. എങ്ങനെ പോലും ചിലർക്കൊക്കെ ഈ ഒരു കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടാകാം. എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ പോലും കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ജു സാംസന്റെ ഈ ഒരു തഴയലിന് പിറകിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തോന്നിയിട്ടുള്ളതല്ല, ഇത് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കാസ്റ്റ്, അദ്ദേഹം ഒരു OBC കാസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളുടെ ആ ഒരു നോർത്ത് ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ രാജ്പൂത്, അതേപോലെ തന്നെ ബ്രാഹ്മിൻസ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ടീമിലേക്ക് അവർ കൂടുതൽ സെലക്ട് ചെയ്യുക, അതേപോലെ തന്നെ കൂടുതൽ ചാൻസുകൾ കൊടുക്കുന്നതും ഈ മേൽത്തട്ടിൽ നിൽക്കുന്ന ആ ഒരു ടീമുകൾക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം താഴെ തട്ടി നിൽക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തിന് ചാൻസുകൾ പലവട്ടം അവർ തഴഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്കായാലും ധോണിയുള്ള സമയത്ത് അങ്ങനെ പോലും സഞ്ജു സാംസന് ടീമിൽ അത്രയും പ്രാധാന്യത്വം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോണി എന്ന് പറയുന്ന നല്ലൊരു വിക്കറ്റ് കീപ്പർ, നല്ലൊരു ബാറ്റ്സ്മാൻ ഉണ്ട്. ആ സമയത്ത് നമുക്ക് നല്ലൊരു ബാറ്റ്സ്മാൻ അതിലേക്ക് നല്ല കുറച്ചുകൂടി ഓൾറൗണ്ടർ അങ്ങനത്തെ രീതിയിലൊക്കെ പരിഗണിക്കുന്ന ആ ഒരു ടൈമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സഞ്ജു സാംസൺ കയറി വന്നിട്ടുണ്ടെങ്കിൽ ധോണിക്ക് എന്തുകൊണ്ട് ചാൻസ് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ധോണി അവിടെ തഴയുന്നത്. അതേപോലെ നമ്മൾ രോഹിത് ശർമ്മയെ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ കൂടുതലും ഋഷഭ് പാന്റിനാണ് ചാൻസ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർഗം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് നോക്കുകയാണെങ്കിൽ കൂടി രാഹുൽ ദ്രാവിഡ് എനിക്ക് തോന്നുന്നു അത്രയും സഞ്ജു സാംസനൊക്കെ വെറുക്കുന്ന ഒരു ടീമല്ല. പക്ഷെ മാനേജ്മെന്റ് ആയാലും ഫ്രാഞ്ചൈസികളായാലും കൊടുക്കുന്ന പ്രഷർ കൊണ്ടായിരിക്കാം മേ ബി സഞ്ജു സാംസനെ അദ്ദേഹം കുറച്ചുകൂടി ഒഴിവാക്കാനായിട്ടുള്ള കാരണം എന്ന് തോന്നുന്നു. കാരണം രാഹുൽ ദ്രാവിഡ് അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം പറഞ്ഞു, ഈ ഒരു കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ആ ടീമിലേക്ക് അദ്ദേഹത്തെ മെയിൻ ആയിട്ട് തഴയപ്പെടാനായിട്ടുള്ള റീസണുകളിൽ ഒന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻലി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, അത് ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആളുകൾക്ക് ചാൻസുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ അശ്വിൻ തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പ്ലെയേഴ്സിന് അവിടെ പ്രാധാന്യം വളരെ കുറവാണ്. അവർ ആ ഒരു മെയിൻലി ആ ഒരു ജാതി ഉണ്ടല്ലോ, ആ ജാതിയുടെ ബേസിലാണ് അവിടെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്, അവിടുത്തെ ആളുകളെ സെലക്ട് ചെയ്യുന്നതും ചാൻസുകൾ കൊടുക്കുന്നതും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ റിയാൻ പരാഗ് എന്ന് പറയുന്ന ആ ഒരു ക്യാപ്റ്റൻസിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതും കാണാനായിട്ട് സാധിക്കും. ഇത് മെയിൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു തോട്ടാണ് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ആ ഒരു ടീമിന്റെ ഒരു ഐക്കൺ താരമാണ്. സോ ഒരുപാട് ആ ഒരു ടീമിന്റെ ഫാൻസ് ആയാലും പരസ്യങ്ങളായാലും വരുന്നത് ആ ഒരു ക്യാപ്റ്റന്റെ ആ ഒരു പ്രകൃതിയും അദ്ദേഹത്തിന്റെ ഫെയർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിറം, അദ്ദേഹത്തിന്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലുക്ക്, ആ ഒരു ബേസിലൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ധോണി ആയാലും ഈ ഒരു വയസ്സിലും ഇങ്ങനത്തെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ആളുകൾക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാനാണ്, ആ ഒരു ഫാൻ ബേസ് കൂട്ടുകാരാണ്. അതുപോലെ രോഹിത് ശർമ്മയായാലും വിരാട് കോഹ്ലി ആയാലും ഋഷഭ് പാന്റിനൊക്കെ പിടിച്ച് കയറ്റിക്കൊണ്ട് വരുന്നതൊക്കെ ആ ഒരു ഫാൻ ബേസിന്റെ ആ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കളർ എന്ന് പറയുന്ന ആ ഒരു സംഭവം കുറവായതുകൊണ്ട് തന്നെ മേ ബി ഒരു പക്ഷേ ആ ഒരു ഫ്രാഞ്ചൈസികൾ ആ ഒരു ഇത് മാറ്റുവാനായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ റിയാൻ പരാഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ കൊണ്ടുവരുന്നത്. ഇത് എൻ്റെ മാത്രം ഒരു തോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീപ്പർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു വംശീയ അധിക്ഷേപം പല ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ ആ ഒരു ഫ്രാഞ്ചൈസി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനെ കൊണ്ടുവരിക, കുറച്ചും യങ് ബ്ലഡിനെ കൊണ്ടുവന്ന് അതിനുശേഷം ആ ഒരു ടീമിനെ പതുക്കെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ടീമിലേക്കോ അല്ലെങ്കിൽ അവിടെ ഒരു അധികപ്പറ്റുന്ന രീതിയിലൊക്കെ ഇനി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പക്ഷെ റിയാൻ പരാഗിനൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് സഞ്ജു സാംസനാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ജയ്സ്വാൾ, റിയാൻ പരാഗ് അവരൊക്കെ കോൺഫിഡൻസോട് കൂടിയിട്ട് വളർത്തി മോൾഡ് ചെയ്ത് വന്നിട്ടുള്ളത് സഞ്ജു സാംസന്റെ ആ ഒരു ലീഡർഷിപ്പാണ്. സൂര്യവംശീനായാലും മോൾഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു 30% എങ്ങനെ പോലും സഞ്ജു സാംസന്റെ ഒരു പങ്കുണ്ട്. സോ സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും പൊളൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു നല്ലൊരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മോൾഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു കാര്യമാണ്
കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എനിക്ക് ഒരുപാട് നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൊണ്ടായിരിക്കാം മേ ബി ഇത് ഒരു റീസൺ ആയിരിക്കാം അവർക്ക് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ടാലൻറ്റ് കാണാതെ മറ്റുള്ള ടാലൻ്റ് ഇല്ലാത്ത ഋഷഭ് പാന്റിനെ ഒക്കെ പിടിച്ച് കീപ്പിംഗ് നിർത്തിയിട്ട് ബാറ്റിങ്ങിൽ യാതൊരു ഉപകാരമില്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അവർ ഋഷഭ് പാന്റിന് തന്നെ സെലക്ട് ചെയ്യുള്ളൂ. ജുറേലിനൊക്കെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാജസ്ഥാൻ റോയൽസിലേക്ക് കൊണ്ടുവന്നത് സഞ്ജു സാംസനെ റീപ്ലേസ് ചെയ്യുകയാണ്. കഴിഞ്ഞ കൊല്ലം മുതൽ അതിനുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. സോ ഈ കൊല്ലം അത് ഫുള്ളി അവർ ഇംപ്ലിമെൻ്റ് ആക്കി സഞ്ജു സാംസൺ നല്ല രീതിയിൽ പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിഷേധിക്കുകയും ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 16 സഞ്ജു സാംസൺ ഈ ഒരു സൈഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, പേശി വലിവ് എന്ന് പറയുന്നത് വരുന്നത്. ഇതൊക്കെ റിക്കവർ ആവാൻ വെറും ഒരാഴ്ചയൊക്കെ മതി എന്നുള്ളതാണ് എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത്. മാക്സിമം ഒരു 1.5 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എടുത്തു. എന്നിട്ടും ഇപ്പോൾ 2 ആഴ്ചയും കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുന്നില്ലെങ്കിൽ സോ തഴയുക തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ദ്രാവിഡിനൊന്നും ഇതിൽ വലിയ റോൾ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. ദ്രാവിഡ് തന്നെ ശരിക്കും പറഞ്ഞാൽ സഞ്ജു സാംസണൊക്കെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. സോ ദ്രാവിഡൊന്നും എനിക്ക് അങ്ങനെ ചെയ്യുന്നു തോന്നുന്നില്ല. ഒരു മാനേജ്മെൻറ്റ് പ്രഷർ കാരണം കൊണ്ട് ആ ഒരു ടീമിൻ്റെ മറ്റൊരു ലെവൽ ഓഫ് ഇതിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ പ്ലാനൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഫസ്റ്റ് എടുത്ത കപ്പ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നല്ല ടീമിനെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെയായിട്ടും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സഞ്ജു സാംസന്റെ ടൈമിൽ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും നല്ല രീതിയിൽ ഒരു പ്ലേ ഓഫ് ആയാലും ഫൈനലിലേക്ക് ആയാലൊക്കെ വരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പായാലും അത് കഴിഞ്ഞിട്ടായാലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ബാക്ക്വേർഡാണ്. സോ നമുക്കത് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് അവരുടെ ആ ഒരു ടീമിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരം അത് പ്രത്യേക ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് ഒരു ഇമോഷനാണ് എന്നൊരു കാര്യം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം അദ്ദേഹത്തിൻ്റെ ഇമോഷണലാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറാണോ അദ്ദേഹം സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ മറ്റൊരു കാര്യം നമ്മൾ ആ ഒരു KKR മാച്ചിൽ കണ്ടതെന്ന് വെച്ചാൽ സൂര്യവംശി എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ഇനി പ്രഷറിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ഇനി കളിക്കേണ്ടി വരും. ഇനി ഫുൾ ടൈം ഒന്നും അടിക്കാൻ പറ്റില്ല. അണ്ടർ പെർഫോം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കടന്നുപോയി. സോ ഇനി വെറുതെ അടിച്ച് നിൽക്കുക എന്നുള്ളതൊന്നല്ല, ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുക എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ഇനി തന്നെ കുറഞ്ഞു വരും. അതെങ്ങനെ പോലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അതേപോലെ തന്നെ ആ ഒരു രാജസ്ഥാൻ റോയൽസിന് എങ്ങനെ പോലും പുറത്തായി. ഇനിയും ഒരു 2 മാച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. സോ ആ ഒരു മാച്ചിൽ എങ്ങനെയായിരിക്കും സഞ്ജു സാംസൺ ഇറങ്ങുമോ ഇല്ലയോ, നമ്മുടെ സൂര്യവംശി എങ്ങനെയാണ് സഞ്ജു സാംസന്റെ ആ ഒരു പ്ലേസിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.